പേർഷ്യൻ ഗൾഫിലും സമീപ സമുദ്രപാതകളിലും ആഗോള വാണിജ്യ കപ്പൽ ഗതാഗതത്തെ പൂർണ്ണമായും നിശ്ചലമാക്കുന്ന തരത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇറാനെതിരെ വാഷിംഗ്ടൺ പ്രഖ്യാപിച്ച ഉപരോധ നടപടികളും നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി US സൈന്യം വാണിജ്യ കപ്പലുകൾക്ക് നൽകുന്ന കടുത്ത റേഡിയോ മുന്നറിയിപ്പിന്റെ ശബ്ദരേഖ US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടു. ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ശക്തി ഉപയോഗിച്ചത് അനുസരിപ്പിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുമെന്ന തികച്ചും പ്രകോപനപരമായ സന്ദേശമാണ് അമേരിക്കൻ യുദ്ധക്കപ്പലുകളിൽ നിന്ന് പുറത്തുവരുന്ന ശബ്ദരേഖയിലുള്ളത്. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തികളിൽ സഞ്ചരിക്കുന്ന ചരക്കു കപ്പലുകൾക്ക് നേരെ US നാവികസേന നേരിട്ട് ഇത്തരം ഭീഷണികൾ മുഴക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര തർക്കങ്ങൾക്ക് വഴിമരുന്നിട്ടിട്ടുണ്ട്. US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്ന കണക്കുകൾ പ്രകാരം അന്താരാഷ്ട്ര കടൽപാതകളിൽ സൈനിക നീക്കം ശക്തമാക്കിയിരിക്കുകയാണ്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ അവിടെ നിന്ന് ചരക്കുമായി വരുന്നതോ ആയ സംശയാസ്പദമായ കപ്പലുകളെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. അമേരിക്കൻ സൈന്യത്തിന്റെ ഉത്തരവുകൾ അനുസരിക്കാൻ കൂട്ടാക്കാത്ത കപ്പലുകൾക്ക് നേരെ കടുത്ത നടപടികളാണ് US നാവികസേന സ്വീകരിക്കുന്നത്. നിരവധി കപ്പലുകൾ ബലമായി തടഞ്ഞു നിർത്തുകയും ചില കപ്പലുകളുടെ നിയന്ത്രണം തകരാറിലാക്കുന്ന തരത്തിൽ ഡിസേബിളിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ സമുദ്ര വ്യാപാരത്തെയും ക്രൂഡ് ഓയിൽ കയറ്റുമതിയെയും പൂർണ്ണമായി തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വാഷിംഗ്ടൺ ഈ കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയത്. ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അടയ്ക്കുന്നതിലൂടെ രാജ്യത്തെ പ്രതിരോധത്തിലാക്കുക എന്നതാണ് അമേരിക്കൻ തന്ത്രം. എന്നാൽ നാവികസേനയുടെ ഈ നാവിക ഉപരോധത്തെ തുറന്ന അധിനിവേശമായും യുദ്ധപ്രഖ്യാപനവുമായാണ് ടെഹ്റാൻ കാണുന്നത്. അന്താരാഷ്ട്ര കടൽപാതകളിൽ വാണിജ്യ കപ്പലുകളെ തടയുന്ന അമേരിക്കൻ നടപടി നിയമവിരുദ്ധമാണെന്ന് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കി. പേർഷ്യൻ ഗൾഫിലെയും അറബിക്കടലിലെയും നിലവിലെ സാഹചര്യങ്ങൾ സാധാരണ സമുദ്ര വാണിജ്യത്തെ ഇരു രാജ്യങ്ങളുടെയും സൈനിക ശക്തി പ്രകടനത്തിനുള്ള വേദിയാക്കി മാറ്റിയിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളുടെ ചരക്ക് കപ്പലുകൾ ഏത് നിമിഷവും ആക്രമിക്കപ്പെടാം അല്ലെങ്കിൽ തടഞ്ഞു നിർത്തപ്പെടാം എന്ന ഭീതിയിലാണ് കടലിലൂടെ സഞ്ചരിക്കുന്നത്. അമേരിക്കയുടെ ഈ നീക്കത്തോടെ പേർഷ്യൻ ഗൾഫ് മേഖലയിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ ഗതാഗതം കടുത്ത ഭീഷണിയിലാണ്. അന്താരാഷ്ട്ര വിപണിയിലേക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ വലിയൊരു പങ്ക് കടന്നു പോകുന്ന വഴിയിൽ യുദ്ധസമാനമായ അന്തരീക്ഷം രൂപപ്പെട്ടതോടെ ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ ലംഘനമാണ് പേർഷ്യൻ ഗൾഫിൽ നടക്കുന്നതെന്ന വിമർശനവും ഉയരുന്നുണ്ട്. യുദ്ധപ്രഖ്യാപനമില്ലാതെ ഒരു രാജ്യത്തിന്റെ വാണിജ്യ കപ്പലുകൾ തടയുന്നതും ബലം പ്രയോഗിക്കുന്നതും അന്താരാഷ്ട്ര സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അമേരിക്കൻ നാവികസേനയുടെ നീക്കങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. തങ്ങളുടെ അതിർത്തികളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതോ ഇറാന്റെ വാണിജ്യ കപ്പലുകളെ ആക്രമിക്കാൻ തുനിയുന്നതോ ആയ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ നേരിട്ടുള്ള ആക്രമണം നടത്താൻ ഇറാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാവികസേനാ പോരാട്ടങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താൻ ശേഷിയുള്ള മിസൈൽ ബോട്ടുകളും ഡ്രോണുകളും ഇറാൻ ഈ മേഖലയിൽ വൻതോതിൽ വിന്യസിച്ചിട്ടുണ്ട്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള മിസൈൽ പ്രയോഗമുണ്ടായാൽ അത് മേഖലയെ പൂർണ്ണമായ ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല. US നാവികസേന പുറത്തുവിട്ട ശബ്ദരേഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി മാറി. സൈനികർ ഉപയോഗിക്കുന്ന കടുത്ത ഭാഷയും ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളും വരും ദിവസങ്ങളിൽ വാഷിംഗ്ടണിന് വലിയ നയതന്ത്ര സമ്മർദ്ദമുണ്ടാക്കാനും സാധ്യതയുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ വിദേശ രാജ്യങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങളെയും സങ്കീർണമാക്കുന്നു. ചൈന, ഇന്ത്യ തുടങ്ങിയ വൻകിട ഏഷ്യൻ രാജ്യങ്ങൾ ഇറാന്റെ ഇന്ധനത്തെയും ഗൾഫ് മേഖലയിലെ സമുദ്രപാതകളെയും വലിയ തോതിൽ ആശ്രയിക്കുന്നവയാണ്. കുവൈറ്റ്, സൗദി അറേബ്യ, UAE തുടങ്ങിയ അയൽ രാജ്യങ്ങൾ കടലിലെ ഈ പോരാട്ടത്തെ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്. തങ്ങളുടെ തീരങ്ങളോട് ചേർന്നു നിൽക്കുന്ന കടൽപാതകളിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് സ്വന്തം രാജ്യങ്ങളുടെ സുരക്ഷയും സമുദ്ര വാണിജ്യത്തെയും തകർക്കുമെന്ന് ഈ ഗൾഫ് രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട്. കപ്പൽ കമ്പനികൾ നിലവിൽ ഗൾഫ് മേഖലയിലൂടെയുള്ള സർവീസുകൾക്ക് വലിയ ഇൻഷുറൻസ് തുകയാണ് നൽകേണ്ടി വരുന്നത്. പല പ്രമുഖ കപ്പൽ ചാലകരും അപകട സാധ്യത മുന്നിൽ കണ്ട് പേർഷ്യൻ ഗൾഫിലേക്കുള്ള യാത്രകൾ താൽക്കാലികമായി റദ്ദാക്കുകയോ വഴി തിരിച്ചുവിടുകയോ ചെയ്യുകയാണ്. ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കൻ നടപടിക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
ഐക്യരാഷ്ട്രസഭയിലും സമുദ്ര സുരക്ഷാ കൗൺസിലുകളിലും അമേരിക്കയ്ക്കെതിരെ പരാതി നൽകാനാണ് ടെഹ്റാന്റെ തീരുമാനം. വാഷിംഗ്ടണിലെ രാഷ്ട്രീയ വൃത്തങ്ങളിലും ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ഇറാനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത് ആഗോളതലത്തിൽ അമേരിക്കയെ ഒറ്റപ്പെടുത്തുമോ എന്നും നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് സൈന്യത്തെ നയിക്കുമോ എന്നും ഒരു വിഭാഗം രാഷ്ട്രീയക്കാർ ആശങ്കപ്പെടുത്തുന്നു. US സെൻട്രൽ കമാൻഡ് ഓഗസ്റ്റ് ആദ്യവാരം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഇനിയും കൂടുതൽ യുദ്ധക്കപ്പലുകൾ മേഖലയിലേക്ക് അയക്കാനാണ് അമേരിക്കയുടെ തീരുമാനം. വാണിജ്യ കപ്പലുകളെ കൂടുതൽ കർശനമായി തടയാൻ നാവികസേനയ്ക്ക് അധികാരം നൽകിയിട്ടുണ്ട്. പേർഷ്യൻ ഗൾഫിലെ സമുദ്ര അതിർത്തികളിൽ ഇപ്പോൾ നടക്കുന്നത് കേവലം ഒരു വാഗ്വാദമല്ല, മറിച്ച് എപ്പോൾ വേണമെങ്കിലും കത്താൻ സാധ്യതയുള്ള ഒരു യുദ്ധത്തിന്റെ തിരികൊളുത്തലാണ്. സമുദ്ര മേഖലയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ഇത് വിനാശകരമായ ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങും. വരും മണിക്കൂറുകളിൽ പേർഷ്യൻ ഗൾഫിൽ നിന്ന് പുറത്തുവരുന്ന ഓരോ വാർത്തയും ലോകരാഷ്ട്രങ്ങൾ അതീവ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്.